ഈ സംഗമം നടന്നതുകൊണ്ടാണ് അയ്യപ്പൻ്റെ കൊള്ള കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ സംഗമത്തിലാണോ കൊള്ളയുടെ കാര്യം തീരുമാനമായി, അതോ കള്ള അറിഞ്ഞത്? കഴിഞ്ഞ 2016 മുതൽ ഇവരിവിടെ ഭരിക്കുകയാണല്ലോ. 2016 ശേഷം ശബരിമലയിൽ നടന്ന എല്ലാ കൊള്ളയ്ക്കും ഇവിടെ ഗവൺമെന്റ് എന്നുള്ള എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. എവിടെയോ ഒരു തകരാറ് ഇടതുപക്ഷത്തിന് അതിനുണ്ട് എന്ന് സാധാരണ ഇടതുപക്ഷക്കാർ വിശ്വസിച്ചു. ധനലക്ഷ്മി ബാങ്കിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ധനമന്ത്രിയുടെ സഹോദരനാണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ്. അപ്പോൾ വാസവൻ മന്ത്രി പറയുന്നത് പോലെ ഇത് ഞങ്ങൾക്കൊരു ബന്ധമില്ല, ഇതിൻ്റെയാണ്. അവിടെയാണ് ഏറ്റവും വലിയ തമാശ. ഞങ്ങൾക്കിതിൽ യാതൊരു ബന്ധവുമില്ല, ബോർഡ് സ്വതന്ത്ര സ്ഥാപനമാണ്. സർക്കാരിൻ്റെ കാശാണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, സർക്കാരിൻ്റെ അല്ല, ദേവസ്വം ബോർഡിൻ്റെ അല്ല എന്നെ വെക്കുക. എന്നാൽ ഇങ്ങനെ പിരിച്ചൊരു കൊള്ള നടത്താമോ? അതൊരു പ്രശ്നമല്ലേ? ഇപ്പോൾ പാർട്ടി ഫണ്ട് പിരിച്ചിട്ട് പൊതുജനങ്ങളെ കാണിക്കില്ലേ, ബഹുജനങ്ങളെ കാണിക്കൂ എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. അപ്പം എന്താ വ്യത്യാസം എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. സഖാവ് എം വി ഗോവിന്ദനും പറഞ്ഞു, എനിക്ക് മനസ്സിലായിട്ടില്ല. ആഗോള അയ്യപ്പ സംഗമം നിലവിൽ സർക്കാരിനെ തന്നെ വെട്ടിലാക്കിയില്ലേ? അയ്യപ്പ സംഗമം വെട്ടിലാക്കി എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ആ പദ്ധതി തന്നെ സർക്കാരിനെ വെട്ടിലാക്കിയൊരു പദ്ധതിയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, സർക്കാർ എന്തിനാണ് നടത്തിയത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് എല്ലാവരുടെ മുമ്പിലും. ഒരു ഇടതുപക്ഷ സർക്കാർ എന്തിനാണ് അത് നടത്തിയത്? അതിൽ ഈ പറഞ്ഞതുപോലെ NSSും SNDPയും അതുപോലെ കുറേ ആളുകളെയും വിളിച്ചിരുത്തുന്നു. അതുകൂടാതെ UP മുഖ്യമന്ത്രി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിക്കുന്നു. ഞാൻ പറഞ്ഞത്, എവിടെയോ ഒരു തകരാറ് ഇടതുപക്ഷത്തിന് അതിനുണ്ട് എന്ന് സാധാരണ ഇടതുപക്ഷക്കാർ വിശ്വസിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഭക്തന്മാർ വിട്ടുപോകുന്നു എന്ന തോന്നലും, കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഹിന്ദു വോട്ട് BJPയിലേക്ക് പോയി എന്നുള്ള ആരോപണവും, അതിനു മുമ്പ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട്, സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ, അപ്പോൾ അത് തിരിച്ചു പിടിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് അതിനുണ്ടായിരുന്നത് എന്ന് വളരെ കൃത്യമാണ്. അല്ലാതെ അയ്യപ്പനെ നന്നാക്കലോ അല്ലെങ്കിൽ ശബരിമല നന്നാക്കലോ ഒന്നും അതിലൊരു വിഷയമേ ആയിരുന്നില്ല. അല്ല, അങ്ങനെ ആകുമ്പോൾ രാഷ്ട്രീയ ലക്ഷ്യം അല്ലെങ്കിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറം ഇപ്പൊ വലിയ അഴിമതിയാണല്ലോ പുറത്തുനിന്ന്. അല്ല, അത് രണ്ടാമത്തെ വിഷയം. അപ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനപ്പുറം അഴിമതി എന്നൊരു വിഷയം ഉണ്ടായിരുന്നോ എന്ന ചോദ്യം അത് വളരെ പ്രസക്തമാണ്. കാരണം ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ കേൾക്കുന്ന വാർത്തകൾ മുഴുവൻ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയെക്കുറിച്ചുള്ള വാർത്തകളാണ്. സ്പോൺസർഷിപ്പ് കിട്ടിയില്ല. ഇനിയിപ്പോൾ ഇവർ കിട്ടിയെന്ന് പറയുന്ന സ്പോൺസർഷിപ്പ് ആരുടെയാണ്? ഒന്ന് ധനലക്ഷ്മി ബാങ്കിൻ്റെയാണ്, അത് ശബരിമലയ്ക്ക് പണം കൊടുക്കുന്നവരാണ്. 2 സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെയാണ്. എന്നുവെച്ചാൽ സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ പണം എന്ന് പറഞ്ഞാൽ അത് നാട്ടുകാരുടെ പണം, അല്ലാണ്ട് അത് വഴിയിൽ നിന്ന് കിട്ടിയ പണമല്ല. ധനലക്ഷ്മി ബാങ്ക് ഓക്കെ, ധനലക്ഷ്മി ബാങ്കിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ധനമന്ത്രിയുടെ സഹോദരനാണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ്. അപ്പോൾ സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ജനങ്ങളുടെ പണം കൊടുത്തിട്ടുണ്ട് തന്നെയാണ്. കാരണം അത് ആരവണ ബാങ്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ, അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വളരെ ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട്. അതുമാത്രമല്ല, അതിലെ കണക്കുകളൊക്കെ ഞാനിപ്പോൾ ആവർത്തിക്കുന്നില്ല, ഓരോ കണക്കുകൾ. ഇപ്പോൾ അവർ വാദിക്കുന്നത് ഇത് എസ്റ്റിമേറ്റ് ആണ്, എക്സ്പെൻഡിച്ചർ അല്ലാന്ന്. ആയിക്കോട്ടെ, ഇപ്പോൾ എസ്റ്റിമേറ്റ് ആണെങ്കിൽ കോടതിയിൽ എന്തിനാണ് കൊടുത്തതെന്നുള്ള ചോദ്യമുണ്ട്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ കിടക്കയ്ക്കും കട്ടിൽ നിന്ന് 2 ലക്ഷം രൂപ ഏത് എസ്റ്റിമേറ്റുകാരനെ ഇട്ടത്? അയാളുടെ തലയ്ക്ക് വല്ല വെളിവുണ്ടോ? ഈ 500 പേർക്കുള്ള ഭക്ഷണം 5000 പേര് കഴിച്ചു എന്ന് കണക്കെഴുതാൻ 5000 പേർക്കുള്ള എസ്റ്റിമേറ്റാണ് ഒട്ടെ. അത്രയും വലിയ പന്തലിന് 4 കോടി രൂപയാണ് ഊരാളുങ്കലിന് കൊടുത്തതെന്ന് പറയും. 4 കോടി രൂപ പന്തലിടാൻ കേരളത്തിൽ ഏത് എസ്റ്റിമേറ്റാണ് കൊടുത്തത്? നീ ആരാ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയപ്പോൾ? ചിലർ പറയുന്നത് ഞങ്ങൾ പൈസ കൊടുത്തിട്ടില്ല, എസ്റ്റിമേറ്റാണ്. ഇങ്ങനെ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഒരു നിലവിളക്കിന് 10 ലക്ഷം രൂപ എന്ന് എഴുതിയാൽ, നിലവിളക്ക് സ്വർണം കൊണ്ടല്ലല്ലോ. അപ്പോൾ പിന്നെ നിലവിളക്കിന് 10 ലക്ഷം രൂപ എന്ന് എസ്റ്റിമേറ്റ് എഴുതണം എങ്ങനെയാണ്? ആ എസ്റ്റിമേറ്റ് എഴുതിയാൽ തന്നെ പ്രശ്നമുണ്ട്. അതെന്താ വെച്ചാൽ ഇത് പിടിച്ചില്ലെങ്കിൽ അടിച്ചു മാറ്റാന്നുള്ളതായിരുന്നു. പക്ഷേ സംഗതികളാകെ കുഴപ്പത്തിൽ. ഏറ്റവും വിചിത്രമായ സംഗതി, ദേവസ്വം മന്ത്രി പറഞ്ഞൊരു തമാശയാണ്. എനിക്കത് വലിയ തമാശയായിട്ട് തോന്നി. ഈ സംഗമം നടന്നതുകൊണ്ടാണ് അയ്യപ്പൻ്റെ കൊള്ള കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ സംഗമത്തിലാണോ കൊള്ളയുടെ കാര്യം തീരുമാനമായി, അതോ കള്ള അറിഞ്ഞത്? കഴിഞ്ഞ 2016 മുതൽ ഇവരിവിടെ ഭരിക്കുകയാണല്ലോ. 2016 ശേഷം ശബരിമലയിൽ നടന്ന എല്ലാ കൊള്ളയ്ക്കും ഇവിടെ ഗവൺമെന്റ് എന്നുള്ള എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഞാൻ ബോർഡ് മെമ്പർമാർ കോൺഗ്രസ് ആവട്ടെ, മാർക്സിസ്റ്റ് ആവട്ടെ, അതൊക്കെ പോട്ടെ, ബോർഡ് മെമ്പർമാർ ആരായാലും ആദ്യം ഉത്തരവാദിത്വമുണ്ട്. 2, ഈ 2000 CPM മെമ്പർമാർ വന്നതിന് ശേഷം, പത്മകുമാർ വന്നതിന് ശേഷം, വാസു വന്നതിന് ശേഷം ഉണ്ടായ എല്ലാ കൊള്ളയ്ക്കും ഇവരെല്ലാവരും ഉത്തരവാദികളാണല്ലോ. ശബരിമലയിൽ നിന്ന് കൊണ്ട് പിന്നെ പോറ്റിയൊക്കെ ഏറ്റി അത്തരം തർക്കങ്ങളല്ല. അപ്പോൾ പ്രശ്നം എന്താ? ഇത് കണ്ടെത്താൻ ഒരു കാരണമായ സംഗമം എന്ന് ശരിയാ? എങ്ങനെയാണത്? ഇവരുദ്ദേശിച്ച രീതിയിലല്ല. എന്നാ പിന്നെ ഒരു ജ്യോതിഷനെ വെച്ച് പ്രശ്നം വെച്ചാൽ പോരെ? ഇവിടെ കളവ് നടന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് കളവ് നടന്നിട്ടുണ്ട്, സ്വർണ്ണപ്പാളി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റേത് പോയിട്ടുണ്ട്, വാതിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റേ വേറെ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ട് എന്ന് പറയാം. പക്ഷെ അതല്ല, അതിനുശേഷവും നിരവധി അഴിമതിയുടെ കഥകൾ വരും.
ഹൈക്കോടതിയുടെ മോണിറ്ററിങ്ങിലാണ് നടന്നത്. ഹൈക്കോടതിയുടെ മോണിറ്ററിങ് വെച്ചാൽ ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്ന ഹൈക്കോടതിയുടെ മോണിറ്ററിങ്ങിലാണ്. എൻ്റെ ഒറ്റ ചോദ്യം, 2016 മുതൽ അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക് ശബരിമലയിൽ ഇത്ര വലിയ കൊള്ള നടന്നുവെന്ന് ഇവിടുത്തെ വിജിലൻസിനോ ശബരിമല വിജിലൻസിനോ ബോർഡിനോ പോലീസിനോ, ഇവിടെ നമ്മളൊരു യോഗം കൂടിയാൽ അതിൻ്റെ വിവരം കിട്ടുന്നവരാണ് നമ്മുടെ പോലീസുകാർ. സ്പെഷ്യൽ ബ്രാഞ്ച് വന്നിട്ട് എന്തിനാണ് നിങ്ങൾ യോഗം കൂടിയത്, നിങ്ങൾ എന്തിനാ, എത്ര ആളുണ്ടാവും, ആണുങ്ങൾ എത്രയുണ്ട്, പെണ്ണുങ്ങൾ എത്രയുണ്ട്, എത്ര ദൂരമുണ്ട് എന്നൊക്കെ ചോദിച്ച് ഓരോ യോഗത്തിൻ്റെ വരെ കണക്കെടുത്ത്, വേണമെങ്കിൽ പുസ്തകത്തിൻ്റെ കണക്കെടുത്ത് UAPA ചുമത്തുന്ന രാജ്യമാണ്. നിങ്ങളുടെ കയ്യിൽ ഈ പുസ്തകം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ UAPA വേണം. അത്ര കർശനമായ പോലീസ് ഉള്ള ഒരു സ്ഥലത്താണ് ഇത്രയും വലിയ കൊള്ള വ്യാപകമായി നടന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, കൊള്ള നടത്താൻ പ്ലാൻ ചെയ്തു. അത് ഇത് അറിഞ്ഞില്ല എങ്കിൽ ഒരു പക്ഷേ സ്പോൺസർഷിപ്പ് വന്നിരുന്നുവെങ്കിൽ കൊള്ള നടത്തുവാൻ. ഇനി സ്പോൺസർഷിപ്പ് വിരിച്ച് കൊള്ള നടത്താമോ? സർക്കാരിൻ്റെ കാശാണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. സർക്കാരിൻ്റെ അല്ല, ദേവസ്വം ബോർഡിൻ്റെ അല്ല എന്നെ വെക്കുക. എന്നാൽ ഇങ്ങനെ പിരിച്ചൊരു കൊള്ള നടത്താമോ? അതൊരു പ്രശ്നമല്ലേ? ഇപ്പോൾ പാർട്ടി ഫണ്ട് പിരിച്ചിട്ട് പൊതുജനങ്ങളെ കാണിക്കില്ലേ, ബഹുജനങ്ങളെ കാണിക്കൂ എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ എന്താ വ്യത്യാസം എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. സഖാവ് MP ഗോവിന്ദനും പറഞ്ഞു എനിക്ക് മനസ്സിലായിട്ടില്ല, അദ്ദേഹത്തിന് മനസ്സിലായി, പക്ഷേ രാകേഷിന് മനസ്സിലായിട്ട്. ആയിക്കോട്ടെ, കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് മനസ്സിലായി പൊതുജനം എന്താ ബഹുജനം എന്താ, അത് പോട്ടെ. അപ്പോൾ ഇവിടെ അതൊന്നും പോരല്ലോ. ശബരിമല അയ്യപ്പനെ വെച്ച് നിങ്ങളൊരു പിരിവ് നടത്തുന്നു, ശബരിമല അയ്യപ്പനെ വെച്ച് നിങ്ങൾ സ്പോൺസർഷിപ്പ് മേടിക്കുന്നു, ആ സ്പോൺസർഷിപ്പ് നിങ്ങൾ ഇഷ്ടം പോലെ ചിലവാക്കുന്നു, അത് ഊരാളുകളിൽ കുറേ കൊടുക്കുന്നു, കുറേ ആളുകൾ ഓവർ എസ്റ്റിമേറ്റ് എടുത്ത് ചെയ്യുന്നു, മുഖ്യമന്ത്രിയുടെ കിടക്ക, അത് കാറ്, ഇതൊങ്ങനെയായിട്ട്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് സർക്കാരിനെ വെട്ടിലാക്കുക എന്ന് പറഞ്ഞാൽ സർക്കാർ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു ശൈലിയിട്ട്, വെളുക്കാൻ തേച്ചത് പാണ്ടായി. അതുകൊണ്ട് ഇപ്പം അത് വെളുപ്പിക്കാൻ വേണ്ടി വീണ്ടും ശ്രമം നടക്കുന്നുണ്ട്. എങ്ങനെ വെളുപ്പിച്ചാലും അവിടെ വലിയ തോതിലുള്ളൊരു കൊള്ള നടന്നു എന്നത് സത്യം തന്നെയാണ്. അതിന് ഇനി ന്യായീകരണം സർക്കാരിൻ്റെ പൈസയല്ലാന്നോ, വേറെ ആളുകളുടെ പൈസയാണോ, സ്പോൺസർഷിപ്പിൻ്റെ പൈസയാണോ, എന്ത് പൈസയല്ല. എൻ്റെ വാദം, അവിടെ ഒരു പൈസ വന്നിട്ടുണ്ടെങ്കിൽ അത് അയ്യപ്പൻ്റെ വിശ്വാസത്തിന് വന്ന പൈസയാണ്, അതുകൊണ്ട് വെറുതെ തമാശയ്ക്ക് കൊടുത്തല്ല, അല്ലെങ്കിൽ പാർട്ടിയുടെ ബലം കൊണ്ട്. ഇപ്പോൾ സഹകരണ ബാങ്ക്, സംസ്ഥാന ബാങ്ക് കൊടുത്തത്, കേരള ബാങ്ക് കൊടുത്തത് എന്തായാലും വിശ്വാസം കൊണ്ടാവാൻ വഴിയില്ല. കാരണം അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കാർക്കും വിശ്വാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ധനലക്ഷ്മി ബാങ്ക് ഒരുപക്ഷെ ചില വിശ്വാസങ്ങൾ കൊടുത്തിട്ടുണ്ടാവാം. അത് മാത്രമല്ല, അവിടുത്തെ ധനകാര്യമന്ത്രിയുടെ സഹോദരൻ അവിടെ ഡയറക്ടറോ MD ഒക്കെയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു വലിയ ഗൂഢാലോചന പൈസ വെട്ടിപ്പിന് നടന്നിരുന്നു, ഒരു കടും വെട്ടിന്. അതിൽ എവിടെയോ പിടിക്കപ്പെട്ടു. ഇതിലും വലിയ ഗൂഢാലോചന ശബരിമലയിൽ നടന്നിരുന്നുവെന്ന്, കൊള്ള നടന്നിരുന്നുവെന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്നു. അപ്പോൾ വാസവൻ മന്ത്രി പറയുന്നത് പോലെ ഇത് ഞങ്ങൾക്കൊരു ബന്ധമില്ല, ഇതിൻ്റെയാണ്. അവിടെയാണ് ഏറ്റവും വലിയ തമാശ. ഞങ്ങൾക്കിതിൽ യാതൊരു ബന്ധവുമില്ല, ബോർഡ് സ്വതന്ത്ര സ്ഥാപനമാണ്, എന്നിട്ട് പോറ്റിയെ കയറ്റിയത് വേണുഗോപാല എന്ന് പറയിച്ചു. അവിടെയാണ് പ്രശ്നം. ഒരു ബന്ധമില്ലാതിരുന്നൊരു മന്ത്രി പോറ്റി എന്നാണോ കയറിയെന്നും അറിയില്ല, പോറ്റിമാർ കയറിയെന്നും അറിയില്ല, അത് വേറെ വിഷയം. പോറ്റിക്കാരാ സ്പോൺസർഷിപ്പ് കൊടുത്തേ, പോറ്റി എപ്പോഴാണ് കൊടുത്തേ? ഈ പ്രശാന്ത് തന്നെ പോറ്റിക്ക് സ്പോൺസർഷിപ്പിൽ ഈ വിഗ്രഹം എൻ്റെ ഇത് കൊടുക്കാൻ കൊടുത്തിട്ടുണ്ട്, വീണ്ടും സ്വർണം പോളിഷ് ചെയ്യാൻ. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ പ്രശാന്തിന് മറുപടിയില്ല, മന്ത്രിക്ക് മറുപടിയില്ല, എല്ലാവരും എന്തൊക്കെയോ കണക്ക് പറയുന്നു. ഇപ്പോൾ ചുരുക്കത്തിൽ വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് ഞാൻ ആദ്യം പറഞ്ഞ അത് ഏതാണ്ട് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് എങ്ങനെ ഊരും വേറെ എന്തെങ്കിലും കൊണ്ടുവരുമെന്നുള്ളത് പറയാൻ പറ്റും.